അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ 113ാമത് യോഗം ചെറുകോൽപ്പുഴ പമ്പ മണൽപ്പുറത്തെ ശ്രീ വിദ്യാധിരാജ നഗറിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം നിർവഹിച്ച പരിഷത്തിൽ മഹാമണ്ഡലം പ്രസിഡന്റ് PS നായരാണ് അധ്യക്ഷത വഹിച്ചത്. ചെങ്കോൽ ആധീനം പെരുങ്കുളം ശ്രീലശ്രീ ശിവപ്രകാശ ദേശിക സത്യജ്ഞാന പണ്ടാര സന്നിധി സ്വാമികളുടെ സാന്നിധ്യത്തിലാണ് പരിഷത്ത് ആരംഭിച്ചത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ആപ്തവാക്യം ശിരസാവഹിച്ചാണ് ഇക്കാലമത്രയും ഹിന്ദുമത പരിഷത്ത് മുന്നോട്ടു പോയത്. 112 വർഷവും ഒരു മുടക്കവും കൂടാതെ നടന്ന പരിഷത്തിൽ ഇത്തവണ ഉദ്ഘാടന സഭ, ധർമാചാര്യ സഭ, അയ്യപ്പ ഭക്ത സമ്മേളനം, പരിസ്ഥിതി സമ്മേളനം, ആചാര്യ അനുസ്മരണ സമ്മേളനം, വനിതാ സമ്മേളനം, മതപാഠശാല, ബാലഗോകുല സമ്മേളനം, സമാപന സഭ എന്നിങ്ങനെ വിവിധങ്ങളായ പരിപാടികളാണ് നടക്കുന്നത്. ഫെബ്രുവരി 2 രാവിലെ 11 മണിക്ക് പന്മന ആശ്രമത്തിൽ നിന്നുള്ള ജ്യോതിപ്രയാണ ഘോഷയാത്രയും, എഴുമറ്റൂർ ശ്രീ പരമഭട്ടാരക ആശ്രമത്തിൽ നിന്നുള്ള ഛായാചിത്ര ഘോഷയാത്രയും, അയിരൂർ പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ നിന്നുള്ള പതാക ഘോഷയാത്രയും, സദാനന്ദപുരം അവധൂത ആശ്രമത്തിൽ നിന്നും എത്തിയ പദയാത്രയും സമന്വയിച്ച ചെറുകോൽപ്പുഴ ശ്രീ വിദ്യാധിരാജ സ്മൃതി മണ്ഡപത്തിൽ നിന്നും വിദ്യാധിരാജ നഗറിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു. ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത മഹാസമ്മേളനത്തിന് രാവിലെ പതാക ഉയർത്തി. വൈകിട്ട് 4 മണിക്ക് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ 113ാമത് ഹിന്ദുമത പരിഷത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സാംസ്കാരിക മൂല്യങ്ങളെ വീണ്ടെടുക്കുന്നതിനായി ഇത്തരത്തിലുള്ള പരിഷത്തുകൾ സഹായകരം ആകും എന്ന് ഗവർണർ ഉദ്ഘാടന പ്രസംഗത്തിനിടെ പറഞ്ഞു. Today's relevance of this Matha Parishad, Hindu Matha Parishad, and again I tell you, Hindu is not related again to this particular religion. Hindu is a way of life. Many people have tried to define this. Nobody could do this. But Supreme Court in our country tried to say something over this. They never said that Hindu is a religion. They said Hindu is a way of life. How we dwell here, how we stay here, how we behave with others, how we behave with our kutumba, parivar, my mother, my grandmother, my father, my sister. That is the dharma, and that itself is a Hindu dharma. പെരുങ്കുളം ചെങ്കോലാധീനം ശ്രീലശ്രീ ശിവപ്രകാശ ദേശിക സത്യജ്ഞാന പണ്ടാര സന്നിധി സ്വാമികൾ ഉദ്ഘാടന സഭയിൽ ദീപപ്രോജ്വലനം നടത്തി. எப்பொழுதெல்லாம் நம்முடைய சனாதன தர்மத்திற்கு துன்பம் வருகின்றதோ, மக்கள் சனாதன தர்மத்தை மறந்து மாற்று வழியில் செல்கிறார்களோ, அப்பொழுதெல்லாம் ஞானிகளும் மகான்களும் அவதாரம் செய்திருக்கிறார்கள். அப்படி அவதாரம் செய்தவர்கள் தான் 100 ஆண்டுகளுக்கு முன்பாக திரு சட்டம்பி சுவாமிகள், அவருடைய காலத்திலேதான் சதானந்த சுவாமிகள், அதற்கு பிற்பாடு நாராயணகுரு. இப்படி கேரள தேசத்திலே நம்முடைய இந்து மதத்தினுடைய சனாதன தர்மத்தை எல்லாம் பாதுகாத்து வைத்திருக்கக்கூடிய அவர்களுக்கு நம்முடைய நமஸ்காரங்களை தெரிவித்துக் கொண்டு, நம்முடைய இந்து மதத்தினுடைய முக்கியமான குறிக்கோள்கள் திருமந்திரத்திலே திருமூலர் கூறுகிறார், யாவர்க்குமாம் இறைவர்க்கு ஒரு பச்சிலை. വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി സംപൂജ്യ സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ, സദാനന്ദപുരം അവധൂത ആശ്രമം മഠാധിപതി ചിദാനന്ദ ഭാരതി സ്വാമികൾ തുടങ്ങിയ സന്യാസി ശ്രേഷ്ഠന്മാർ ചടങ്ങിനെ ശ്രേഷ്ഠമാക്കി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പത്തനംതിട്ട MP ആന്റോ ആന്റണി, റാന്നി MLA പ്രമോദ് നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഫെബ്രുവരി 5 ഉച്ചകഴിഞ്ഞ് 3:30 ഹിന്ദു ഏകതാ സമ്മേളനം നടക്കുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതാണ് ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഭാർഗവഭൂമി ഇതുവരെ കാണാത്ത മഹാസമ്മേളനം എന്ന നിലയിലും 113ാമത് വർഷത്തിലേക്ക് എത്തിയ അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിലെ ഹിന്ദു ഏകതാ സമ്മേളനം 100 ആണ്ട് പൂർത്തിയാക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാലക് ഉദ്ഘാടനം ചെയ്യുന്നു എന്നത് മഹത്തായ ഒരു ചരിത്ര നിയോഗം തന്നെയാണ്.
ഭാർഗവഭൂമി ഇതുവരെ കാണാത്ത മഹാസമ്മേളനം എന്ന നിലയിലാകും ഹിന്ദു ഏകതാ സമ്മേളനം ഭാവി ഭാരത ചരിത്രത്തിൽ ഇടം പിടിക്കുക എന്നതിൽ തർക്കമില്ല.